അപ്പൊ ഇന്ന് നമ്മൾ പോകുന്ന ചാപ്റ്റർ റിലീജിയൻ ആൻഡ് സൊസൈറ്റി എന്നുള്ള ചാപ്റ്റർ ആണ്. അപ്പൊ ഇതില് കുറച്ച് എക്സാമ്പിൾസ് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. കുറച്ച് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് യൂഷ്വലി നമുക്ക് വളരെ പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള കുറച്ച് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസും ഉണ്ട്. അപ്പൊ അത് PYQ വെച്ചിട്ട് നോക്കാം. PYQ വെച്ചിട്ട് അത് നമ്മൾ ഓൾറെഡി നോക്കി വെക്കുക, റിട്ടേൺ ആൻസേഴ്സ് ഉണ്ടാക്കുക, പ്ലസ് നമ്മൾ ജസ്റ്റ് ഒരു വാല്യൂഡേഷൻ. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഓടിച്ചൊന്ന് ഇതിന്റെ വാല്യൂഡേഷൻ ഓക്കെ. അപ്പോൾ നമ്മൾ ആദ്യം റിലീജിയന്റെ ഡെഫിനിഷൻ ആണ് പഠിക്കുന്നത്. അപ്പൊ നമ്മൾ ജനറലി റിലീജിയന്റെ ഡെഫിനിഷൻ ചോദിക്കുമ്പോൾ നമ്മൾ മോസ്റ്റ്ലി ഇപ്പോൾ റിലീജിയൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ റിലീജിയന്റെ ഡെഫിനിഷൻ വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ ഡർക്കീമിന്റെ റിലീജിയന്റെ ഡെഫിനിഷൻ തന്നെയാണ്, സെറ്റ് ഓഫ് ബിലീഫ്സ് ആൻഡ് പ്രാക്ടീസസ് റിലേറ്റീവ് ടു ദ സീക്രട്ട്. ആ ഡെഫിനിഷൻ തന്നെയാണ് നമ്മൾ യൂഷ്വലി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അതാണ് നമുക്ക് റിലീജിയന്റെ കാര്യത്തിൽ പറയാനുള്ളത്. പിന്നെ എവല്യൂഷൻ ഓഫ് റിലീജിയൻ, അത് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ട് ഞാൻ ചോദിച്ചു കണ്ടിട്ടില്ല UPSC PYQല്. അനിമിസം, നേച്ചറിസം, ആ കാര്യങ്ങളൊക്കെ EB ടൈലറും പിന്നെ എങ്ങനെയാണ് റിലീജിയന്റെ ഒറിജിൻ, ബിലീഫ് ഇൻ സ്പിരിറ്റ്, ഡ്രീംസ്, ഡെത്ത്, ആ കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത്. അത് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ അല്ല. പിന്നെ നമുക്കറിയാനുള്ളത് റിലീജിയനെ കുറിച്ചുള്ള പല തിങ്കേഴ്സിന്റെ പെർസ്പെക്റ്റീവ് ആണ്. അപ്പൊ അതിൽ നമ്മൾ ഇനീഷ്യലി തന്നെ പറയുന്ന ഒരു തിങ്കർ എന്ന് പറയുന്നത് ഡർക്കീം ആണ്. അപ്പൊ ഡർക്കീമിന് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക എന്താണ് ഡർക്കീമിന്റെ ഐഡിയ ഓഫ് റിലീജിയൻ എന്നുള്ളത്. അപ്പൊ ഡർക്കീം ആൻഡ് റിലീജിയൻ എന്നൊരു ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോഴേക്ക് കുറച്ച് ടേമുകൾ എന്തായാലും പഠിച്ചു വെക്കുക. ഇപ്പൊ ഞാൻ പ്രീവിയസ്ലി എന്റെ കയ്യിൽ ഒരു നോട്ട്ബുക്ക് ഉണ്ടായിരുന്നു ടേംസിന് വേണ്ടിയിട്ട്. അപ്പം കാരണം നമ്മളിപ്പോ തിയറിയും തിങ്കേഴ്സും എഴുതുമ്പോഴേക്ക് ചിലപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മിസ് ചെയ്തു പോകും. അപ്പോൾ ഇപ്പൊ ഒരു ഡർക്കീം ആൻഡ് റിലീജിയൻ എന്നാണെങ്കിൽ ഇന്ന വാക്കുകൾ ഇന്ന ടേമുകൾ എന്തായാലും ആൻസറിൽ വരണം എന്ന് നമ്മൾ മനഃപൂർവ്വം ആൻസറിലേക്ക് അതിനെ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ നോക്കണം. അപ്പൊ ഐ ഹാഡ് എ നോട്ട്ബുക്ക് വെയർ ഐ ഹാഡ് എ സെറ്റ് ഓഫ് വേർഡ്സ് റിലേറ്റഡ് ടു ഈച്ച് തിങ്കർ ആൻഡ് തിയറി. അപ്പൊ നമ്മളിപ്പോൾ ഡർക്കീമിന്റെ റിലീജിയൻ എന്ന് പറയുമ്പോഴേക്കും നമുക്ക് സേക്രഡ് ആൻഡ് പ്രൊഫൈൻ വരണം, ടോട്ടം വരണം, ഇൻഡയറക്റ്റ് എക്സ്പെരിമെന്റേഷൻ നമുക്ക് പറയാം, അല്ലെങ്കിൽ കളക്റ്റീവ് എഫർവെസൻസ് പറയാം, അല്ലെങ്കിൽ കളക്റ്റീവ് കോൺഷ്യസ്നെസ് പറയാം, സൊസൈറ്റി ആസ് ദ പ്രൈമറി തിങ് പറയാം. അപ്പൊ ഇങ്ങനെയുള്ള ഇന്റഗ്രേഷൻ, സോഷ്യൽ സോളിഡാരിറ്റി, ഈ കാര്യങ്ങളെല്ലാം തന്നെ എന്ത് ചെയ്യണം, നമ്മൾ ആൻസറിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ നോക്കണം. അപ്പം എമിലി ഡർക്കീമിന്റെ മെയിൻ ആയിട്ടുള്ള റിലീജിയനെ കുറിച്ചുള്ള കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം. അതിന്റെ ഡിഫറൻസിയേഷൻ ബിറ്റ്വീൻ സേക്രഡ് ആൻഡ് പ്രൊഫൈൻ ആയിട്ടാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ആൻഡ് അപ്പാർട്ട് ഫ്രം ദാറ്റ് സോഷ്യൽ സോളിഡാരിറ്റി കൊണ്ടുവരുന്ന, സോഷ്യൽ ഇന്റഗ്രേഷൻ കൊണ്ടുവരുന്ന ഒരു ഫിനോമിനൻ ആണ് റിലീജിയൻ എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ടോട്ടം എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു സിമ്പിൾ ആണ്. അത് ഗ്രൂപ്പിനെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്താണ്, അത് സൊസൈറ്റിയുടെ കൂടെ റെപ്രസെന്റേഷൻ ആണ്. അൾട്ടിമേറ്റ്ലി നമ്മൾ റിലീജിയൻ വഴി നമ്മൾ വേർഷിപ്പ് ചെയ്യുന്നത് അൾട്ടിമേറ്റ്ലി സൊസൈറ്റിനെ തന്നെയാണെന്നുള്ള ഒരു ഐഡിയ ആണ് ഡർക്കീം കൊണ്ടുവരുന്നത്. ആൻഡ് അപ്പാർട്ട് ഫ്രം ദാറ്റ് ഏകദേശം അത്രയാണ് അതിലേക്ക് വരുന്നത്. പിന്നെന്താ, പിന്നെ മലിനോസ്കിയുടെ ഐഡിയ ഉണ്ട്. ഇപ്പൊ മലിനോസ്കിയുടെ ഐഡിയ പറയുന്ന സമയത്ത് ലൈഫ് ക്രൈസിസിന്റെ നമ്മുടെ ജീവിതത്തിൽ പല രീതിയിൽ ബുദ്ധിമുട്ടുന്ന സിറ്റുവേഷനിലാണ് മലിനോസ്കിയുടെ ഐഡിയ നമ്മൾ പറയുന്നത്. അപ്പൊ റിലീജിയൻ ആണ് നമുക്ക് കൈൻഡ് ഓഫ് ഒരു മെന്റൽ സ്ട്രെങ്ത് തരുന്നത്, ആ സിറ്റുവേഷനെ സർവൈവ് ചെയ്യാനുള്ള ഒരു സ്ട്രെങ്ത് തരുന്നത് മലിനോസ്കി ആണെന്നുള്ള ഒരു ഐഡിയ ആണ് പറയുന്നത്. റാഡ്ക്ലിഫ് ബ്രൗൺ പറയുമ്പോഴും റിലീജിയൻ സോഷ്യൽ ഇന്റഗ്രേഷൻ, സോഷ്യൽ സോളിഡാരിറ്റി എന്നുള്ള ഫംഗ്ഷൻസ് ആണ് നിറവേറ്റുന്നതെന്ന് പറയുന്നു. ഈ പാർസൺ പറയുമ്പോൾ നമ്മൾ പറയുന്നുണ്ട് എന്താണ്, ലൈക്ക് നമ്മൾ ലേറ്റന്റ് മാനിഫെസ്റ്റ് അജിൽ തിയറി, അജിൽ ഫ്രെയിംവർക്ക് ഒക്കെ പഠിക്കുന്നുണ്ട്. അപ്പൊ അതില് സൊസൈറ്റിയുടെ പല പാർട്ടിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്, പല ഫംഗ്ഷനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അപ്പൊ അതിൽ കൾച്ചറൽ ഫംഗ്ഷൻ അല്ലെങ്കിൽ കൾച്ചറൽ റെലത്തിൽ നിന്നാണ് റിലീജിയൻ എന്ന് പറയുന്ന ഒരു കാര്യത്തിന്റെ ഉത്ഭവം. ആൻഡ് റിലീജിയൻ കാരണം റിലീജിയൻ നമുക്കൊരു മോറൽ വാല്യൂസും മോറൽ ഫ്രെയിംവർക്കും നമ്മുടെ ബിഹേവിയറിനെ ഗൈഡ് ചെയ്യാൻ പ്രൊവൈഡ് ചെയ്യുന്നു. അങ്ങനെ ഒരു സോഷ്യൽ കൺട്രോൾ എക്സേർട്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിലേക്കാണ്
പാർസൺ റിലീജിയനെ കണ്ടിട്ടുള്ളത്. മേർട്ടൺ നമുക്കറിയാം പാർസൺ ഓപ്പോസിറ്റ് ആയിട്ടാണ് പറയുന്നത്. അതായത് ഫങ്ഷൻസ് മാത്രമല്ല ഏതൊരു ഫിനോമിനൻ എടുത്താലും അതിന് ഡിസ്ഫങ്ഷൻസും ഉണ്ട്. അപ്പോൾ ആ ഡിസ്ഫങ്ഷൻസ് പറയുമ്പോൾ റിലീജിയന്റെ കൂടെ ഡിസ്ഫങ്ഷൻസ് ആയിട്ടുള്ള കമ്മ്യൂണലിസം അല്ലെങ്കിൽ അല്ലാതെയുള്ള വയലൻസ് ഇതിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. മാർക്സിയൻ പെർസ്പെക്റ്റീവ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്കറിയാം ഓപ്പിയം ഓഫ് ദ മാസസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ക്യാപിറ്റലിസ്റ്റുകാരുടെ എക്സ്പ്ലോയിറ്റേഷൻ അല്ലെങ്കിൽ പാവപ്പെട്ട ആൾക്കാർ ക്ലാസ് ബേസിസിൽ അനുഭവിക്കുന്ന എക്സ്പ്ലോയിറ്റേഷൻ റിലീജിയൻ എന്ന് പറയുന്ന ഒരു എൻറ്റിറ്റി വരുമ്പോഴേക്ക് അത് പലപ്പോഴും ജസ്റ്റിഫൈഡ് ആവുന്നു, അല്ലെങ്കിൽ അതിലൂടെ അവരുടെ എക്സ്പ്ലോയിറ്റേഷൻ വഴി അവർക്ക് കിട്ടുന്ന സഫറിങ്സ് പലപ്പോഴും അവർ ഓവർകം ചെയ്യാൻ ഈ റിലീജിയനിലേക്ക് അഭയം തേടുന്നു. അപ്പൊ ആ ഒരു ഐഡിയ ആണ് നമ്മൾ മാർക്സിയൻ പെർസ്പെക്റ്റീവ് ഓൺ റിലീജിയൻ പറയാം. പിന്നെ ടൈപ്സ് ഓഫ് റിലീജിയസ് പ്രാക്ടീസസ് അത്ര ഇമ്പോർട്ടന്റ് അല്ല, അത് ജസ്റ്റ് ഓടിച്ചു പോവുക. പിന്നെ നമുക്ക് അറിയേണ്ടത് ടൈപ്സ് ഓഫ് റിലീജിയസ് ഓർഗനൈസേഷൻസ്, ചർച്ച് എന്താണ്, സെക്ട് എന്താണ്, കൾട്ട് എന്താണ്, ഡിനോമിനേഷൻ എന്താണെന്നുള്ളൊരു കാര്യം ഓർത്തു വെക്കുക. കൾട്ട് എന്ന് പറയുമ്പോഴേക്കും ഒരു സെൻട്രൽ ലീഡർ ഉണ്ടാവും, അതിന് ചുറ്റും കുറെ ഫോളോവേഴ്സ് എന്നുള്ള രീതിയിലേക്ക്. സെക്ട് മെയിൻ സ്ട്രീം റിലീജിയന് പാർട്ട് ചെയ്ത് വന്നതാണ്, എന്നാൽ മെയിൻ സ്ട്രീം റിലീജിയന്റെ പ്രാക്ടീസസും ബിലീഫ്സ് ഒക്കെ ഓപ്പോസ് ചെയ്തുകൊണ്ട് വരുന്നതാണ്. ഡിനോമിനേഷൻ അത് കുറച്ചുകൂടെ ചേർത്ത് നിൽക്കുന്ന ഒരു സംഭവമാണ്. ഓക്കെ, അതിനെ ഓപ്പോസ് ചെയ്യുന്നില്ല, കുറച്ചുകൂടെ മെയിൻ സ്ട്രീം സൊസൈറ്റിയും റിലീജിയനുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു സംഭവമാണ് എന്നുള്ള രീതിയിലേക്കാണ് ഈ 4 കാര്യങ്ങൾ പറയുന്നത്. അപ്പൊ ഇത് പഠിക്കുമ്പോൾ ഈ 4 കാര്യത്തിന് കൃത്യമായിട്ടുള്ള ഡെഫിനിഷൻസ്, അതിന് കൃത്യമായിട്ടുള്ള ഐഡിയ പഠിച്ചു വെക്കുക. പ്ലസ് ഇതിന്റെ എല്ലാം കുറച്ച് ഒരു 1, 2, 3 എക്സാമ്പിൾസ് ഫോർ ഈച്ച് തിങ്, ലൈക് ഡിനോമിനേഷൻ, കൾട്ട്, സെക്ട് ആൻഡ് ചർച്ച്. ഇത് 4നും എന്ത് പഠിച്ചു വെക്കാറ്, എക്സാമ്പിൾസ് പഠിച്ചു വെക്കുക. നമ്മൾ നേരത്തെ പറയുന്ന ഓരോ ഐഡിയ ഉണ്ടല്ലോ, ഇപ്പം പാർസന്റെ ഐഡിയ, മേർട്ടന്റെ ഐഡിയ, അല്ലെങ്കിൽ മാർക്സിന്റെ ഐഡിയ, ഡർക്കീമിന്റെ ഐഡിയ ഓഫ് റിലീജിയൻ, ഈ തിയറീസ് എല്ലാം നമ്മൾ ഈ ചാപ്റ്റർ എന്നല്ല ജനറലി ബാക്കി ഏത് ചാപ്റ്ററും ഏത് തിങ്കറും ഐഡിയയും കോൺസെപ്റ്റും പഠിക്കുന്ന സമയത്ത് തന്നെ 1, 2 എക്സാമ്പിൾസ് കൂടെ അതിന് പഠിച്ചു വെക്കാം. ഇപ്പൊ നമ്മൾ നേരത്തെ മലിനോസ്കിയുടെ പറയുമ്പോൾ നമ്മൾ യൂഷ്വലി ത്രോബ്രി ആൻഡ് ഐലൻഡും ആ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇപ്പൊ ലൈഫ് ക്രൈസിസിന്റെ സമയത്ത് റിലീജിയൻ ഒരു സപ്പോർട്ട് സിസ്റ്റം ആണെന്ന് പറയുമ്പോൾ നമ്മളിപ്പോ യൂഷ്വലി പറയുന്ന കാര്യം ഒരു ഡെത്ത് സെറിമണിയുടെ സമയത്ത് റിലീജിയൻ ആക്ട് ചെയ്യുമ്പോൾ കുടുംബാംഗങ്ങളെല്ലാം ഒരുമിച്ച് വരും റിച്വൽസിന്റെ ഭാഗമായിട്ട്. അപ്പൊ നമുക്കതൊരു മനഃശക്തി തരുന്നു എന്നുള്ള രീതിയിൽ. അപ്പൊ ഇങ്ങനെയുള്ള എക്സാമ്പിൾസ് നമ്മൾ പറയാറുണ്ട്. നിങ്ങളും നിങ്ങളെ കൊണ്ടാവുന്ന തരത്തിൽ എന്തെങ്കിലും കുറച്ച് യുണീക്ക് എക്സാമ്പിൾസ് ഉണ്ടെങ്കിൽ അത് നോക്കി വെക്കുക, സോ ദാറ്റ് യുവർ ആൻസർ ക്യാൻ ബി ഡിഫറെന്റ്. ഓക്കെ, പിന്നെ നമുക്ക് ഇതിലൊരു ഇമ്പോർട്ടന്റ് കാര്യം വരുന്നത് റിലീജിയൻ ആൻഡ് സയൻസ് ആണ്. റിലീജിയൻ ആൻഡ് സയൻസ് കോംപ്ലിമെന്ററി ആണോ അതോ കോൺട്രഡിക്ടറി ആണോ, ഈ ഒരു ഡിബേറ്റ് ആണ്. ഇതിൽ കൂടുതലൊന്നും ചോദിക്കാനില്ല. അപ്പം ഇതിൽ നിങ്ങൾ പഠിച്ചു വെക്കുന്നത് റിലീജിയൻ ആൻഡ് സയൻസ് കോംപ്ലിമെന്ററി ആണെന്ന് പറയുന്ന ഒരു 2 തിങ്കറിന്റെ പേര് പഠിച്ചു വെക്കുക, കോൺട്രഡിക്ടറി ആണെന്ന് പറഞ്ഞ 2 തിങ്കറിന്റെ പേര് പഠിച്ചു വെക്കുക. അണ്ടർ ഈച്ച് സെറ്റ് എന്താണ് ഒരു 5, 6 ആർഗ്യുമെന്റും പഠിച്ചു വെക്കുക. എന്തുകൊണ്ടാണ് ദേ ബിക്കം കോംപ്ലിമെന്ററി? ബിക്കോസ് ദേ ട്രൈ ടു ആൻസർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് പീപ്പിൾ ആസ്ക് ദംസെൽസ്. കുറെ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ ശ്രമിക്കുന്ന 2 കാര്യങ്ങളാണ് സയൻസ് ആയാലും റിലീജിയൻ ആയാലും. ഓക്കെ, സയൻസ് മൈറ്റ് ബി ഏബിൾ ടു ആൻസർ നമ്മുടെ ഒരു എന്താ പറയാ സയന്റിഫിക് ആയിട്ടുള്ള ചോദ്യങ്ങൾ, ജനറൽ ആയിട്ട് ചോദ്യങ്ങൾ ആൻസർ ചെയ്യുന്നതായിരിക്കും. പക്ഷെ റിലീജിയൻ ആണെങ്കിൽ കുറച്ചുകൂടെ സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള അതർ വേൾഡ്ലി ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു എൻറ്റിറ്റിയാണ്. ആൻഡ് കോൺട്രഡിക്ടറി ആവുന്ന എങ്ങനെയാണ്? സയൻസ് എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റീവ് നോളജിന്റെ ബേസിലാണ്, മറ്റതിന് കുറച്ചുകൂടെ സബ്ജക്റ്റിവിറ്റി ആൻഡ് ബയസ് ഉണ്ട്. അപ്പൊ ആ രീതിയിലേക്ക് ഡിഫറൻസസ് ബിറ്റ്വീൻ റിലീജിയൻ ആൻഡ് സയൻസ് സ്പോട്ട് ചെയ്ത് വെക്കുക, ആൻഡ് ദ തിങ്കേഴ്സ് ഓൾസോ. ഓക്കെ, പിന്നെ ഇതിൽ ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കാൻ വളരെയധികം ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ് സെക്യുലറൈസേഷൻ. നമുക്കറിയാം സെക്യുലറൈസേഷൻ എന്ന് പറയുന്നത് റിലീജിയസ് പ്രാക്ടീസസ്, ബിലീഫ്സ് ആൻഡ് എൻറ്റിറ്റീസ്, ഇതിന്റെ എല്ലാം ഇമ്പോർട്ടൻസ് കുറഞ്ഞു വരുന്ന ഒരു ഫിനോമിനൻ ആണ് സെക്യുലറൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇമ്പോർട്ടൻസ് കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ്. സെക്യുലറിസം, സെക്യുലറൈസേഷൻ തമ്മിൽ കൺഫ്യൂസ്ഡ് ആവരുത്, ആ കാര്യങ്ങളാണ് പറയുന്നത്. ആൻഡ് ഇതിന്റെ വളരെ പ്രോബബിൾ ആയിട്ട് ചോദിക്കാൻ വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് സെക്യുലറൈസേഷൻ ഇന്നത്തെ സൊസൈറ്റിയിൽ നടക്കുന്നുണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ നടക്കുന്നുണ്ടെങ്കിൽ അതിന് എവിഡൻസ് എന്തൊക്കെയാണ്, എക്സാമ്പിൾസ് എന്തൊക്കെയാണ്, ഈ രീതിയിലാണ് പലപ്പോഴും സെക്യുലറൈസേഷന്റെ ചോദ്യങ്ങൾ വരാറ്. അപ്പൊ അതിനും എന്ത് പഠിച്ചു വെക്കുക? പോയിന്റ്സ് ആൻഡ് എക്സാമ്പിൾസ്. Then we'll go to religious revivalism. Revivalism എന്താണ്? പണ്ടത്തെ റിലീജിയന്റെ ട്രഡീഷൻസും പ്രാക്ടീസസ് എല്ലാം റീവൈവ് ചെയ്യാൻ നോക്കുന്ന ഒരു ഫിനോമിനൻ ആണ്. അത് എന്തുകൊണ്ടാണ് റിലീജിയസ് റീവൈവലിസം വളരെ പ്രോമിനന്റ് ആയിട്ട് വരുന്നത്? ബിക്കോസ് പലപ്പോഴും ഇപ്പൊ നമ്മൾ മോഡേണൈസേഷനും അർബനൈസേഷനും ഒക്കെ കാരണം നമ്മൾ മോഡേൺ ചിന്തകളിലേക്കും പ്രാക്ടീസസിലേക്കും പോകുമ്പോഴേക്ക് റിലീജിയസ് ആയിട്ടുള്ള ആൾക്കാർക്ക് വളരെയധികം ഇൻസെക്യൂരിറ്റി വന്നു തുടങ്ങി. ദാറ്റ് അവരുടെ റിലീജിയസ് പ്രാക്ടീസസും ഐഡിയാസും വളരെയധികം അണ്ടർമൈൻഡ് ആവും എന്നുള്ളൊരു തോട്ടിനും ഇൻസെക്യൂരിറ്റിനും ആണ് ഇതുപോലുള്ള റീവൈവലിസ്റ്റ് മൂവ്മെന്റും ഫണ്ടമെന്റലിസ്റ്റ് മൂവ്മെന്റ്സും വരുന്നത്. ഇപ്പൊ റിലീജിയസ് റീവൈവലിസം പറയുമ്പോൾ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സും, ഫണ്ടമെന്റലിസം പറയുമ്പോൾ ക്യാരക്ടറിസ്റ്റിക്സും, ആൻഡ് അതിന്റെ എല്ലാം 1, 2 എക്സാമ്പിൾസും നോക്കി വെക്കാം. ഓക്കെ, പിന്നെ റിലീജിയൻ ആൻഡ് വിമൻ, നിങ്ങൾക്ക് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. റിലീജിയൻ ആൻഡ് വിമൻ എങ്ങനെയാണ്, റിലീജിയൻ എങ്ങനെയാണ് യൂഷ്വലി വിമനെ സപ്രസ് ചെയ്യുന്നത്, സബോർഡിനേറ്റ് ചെയ്യുന്നതിന്റെ കുറച്ച് എക്സാമ്പിൾസ് നോക്കി വെക്കാം.
അപ്പം സബോർഡിനേറ്റ് ചെയ്യുന്നതിന് കൂടെ തന്നെ എന്തെങ്കിലും ഏതെങ്കിലും രീതിയിൽ എംപവർ ചെയ്യുന്നുണ്ടെങ്കിൽ അതും കൂടെ നോക്കി വെച്ചാൽ നല്ലതായിരിക്കും. ലൈക്ക് യൂഷ്വലി നമുക്ക് കൂടുതൽ പോയിന്റ്സ് സബോർഡിനേഷൻ പാർട്ടിനാണ് കിട്ടുക, ബട്ട് സ്റ്റിൽ ഇഫ് യു ഹാവ് ദി അതർ സൈഡ് ഓൾസോ യു ക്യാൻ ജസ്റ്റ് പിക്ക് 1 or 2 എക്സാമ്പിൾസ് ഫോർ ദി അതർ സൈഡ് ആസ് വെൽ. അപ്പൊ അതാണ് റിലീജിയൻ ആൻഡ് സൊസൈറ്റിയിൽ. സോ ഇതിൽ ഫോക്കസ് ചെയ്യേണ്ട ഏരിയ റിലീജിയൻ ആൻഡ് സയൻസ് ഫോക്കസ് ചെയ്യുക, സെക്യുലറൈസേഷൻ ഫോക്കസ് ചെയ്യുക, ദെൻ സെക്ട് കൾട്ട്, ഡിനോമിനേഷൻ ചർച്ച്, ആ ഒരു ഏരിയ ഫോക്കസ് ചെയ്യുക. പിന്നെ തിങ്കേഴ്സിന്റെ പെർസ്പെക്റ്റീവ്സ് ഓൺ റിലീജിയൻ ഫോക്കസ് ചെയ്യുക, എസ്പെഷ്യലി ഡർക്കി. അപ്പൊ ഇത്രയാണ് റിലീജിയൻ ആൻഡ് സൊസൈറ്റിയിൽ നമുക്ക് പറയാനുള്ളത്. സോ ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? മിഷാൽ ലൈവായിട്ട് എഴുതുന്നില്ലേ ആൻസർ? ഓക്കെ. അപ്പം നമ്മളൊരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ എടുത്തിട്ട് അതിന്റെ ടൈമിംഗ് വെച്ച് എഴുതി കഴിഞ്ഞിട്ട് ഡിസ്കസ് ചെയ്യാം. അങ്ങനെയാണ് ഇന്നലെ പോയത്, അതുപോലെ തന്നെ ചെയ്യാം. ഓക്കെ. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതാം. ഡിസ്കസ് ദ കോൺസെപ്റ്റ് ഓഫ് അനിമിസം ആൻഡ് ഡിഫറൻഷിയേറ്റ് ഇറ്റ് ഫ്രം നേച്ചറിസം. ഇതാണ് ക്വസ്റ്റ്യൻ. 10 മാർക്കർ ആണ്. അപ്പൊ നമുക്ക് 7 മിനിറ്റ്സ് എടുക്കാം. ഓക്കെ, 9:15 ആയി. 9:22 ആകുമ്പോഴേക്കും നിർത്താം. ഓക്കെ.
Last 1 minute. ഓക്കെ, ഡിസ്കസ് ചെയ്താലോ? ഓക്കെ, മിഷാലിന് വേണമെങ്കിൽ ഓഡിയോ ഓൺ ചെയ്തിട്ട് പറയാം പോയിന്റ്സ്, അല്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഡിസ്കഷൻ രീതിയിൽ പോവാം. ഓക്കെ, അപ്പൊ ഇതിൽ പറയുന്നത് ഓക്കെ ഫൈൻ ഫൈൻ ഓക്കെ ശരി. അപ്പൊ ഡിസ്കസ് ദ കോൺസെപ്റ്റ് ഓഫ് അനിമിസം ആൻഡ് ഡിഫറൻഷിയേറ്റ് ഇറ്റ് ഫ്രം ദ കോൺസെപ്റ്റ് ഓഫ് നേച്ചറിസം. ഇത് പ്രിറ്റി ഡയറക്റ്റ് ആണ്. ഇതിലുള്ളൊരു ക്വസ്റ്റ്യൻ ഇപ്പൊ ഞാനാണെങ്കിൽ ഇതിൽ കുറച്ച് കൺഫ്യൂസ്ഡ് ആവുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത്, ആദ്യം നമ്മുടെ അടുത്ത് കോൺസെപ്റ്റ് ഓഫ് അനിമിസം ഡിസ്കസ് ചെയ്യാൻ പറയുന്നുണ്ട്, ആൻഡ് അത് നേച്ചറിസത്തിൽ നിന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പൊ റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ എഴുതേണ്ടി വരുമോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ മനസ്സിലേക്ക് വരും. പക്ഷെ അത് റിപ്പീറ്റഡ് ആവാതെ എപ്പോഴും എഴുതുന്നതാണ് ഐഡിയലി നല്ലത്. പക്ഷെ ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിച്ചത് കാരണം ഒരു കുറച്ചെങ്കിലും റെപ്പിറ്റേഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. അതായത് നമ്മളടുത്ത് ആദ്യം ചോദിച്ചിരിക്കുന്നത് ഡിസ്കസ് ദ കോൺസെപ്റ്റ് ഓഫ് അനിമിസം എന്നാണ്. അപ്പൊ ആദ്യം നമുക്ക് ഇൻട്രൊഡക്ഷൻ കൊടുക്കാം. അപ്പൊ ഇൻട്രൊഡക്ഷൻ കൊടുക്കുമ്പോൾ ഇതിൽ എന്താണ്, നേച്ചറിസം ഉണ്ട് അനിമിസം ഉണ്ട്. അപ്പൊ അത് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നതിന് പകരം എന്താ, ഇതിന്റെ ഒരു കോണ്ടെക്സ്റ്റ് കൊടുക്കാം. അതായത് ഏർലി ആയിട്ട് റിലീജിയന്റെ ഒറിജിൻ പഠിക്കാൻ വേണ്ടി തിങ്കേഴ്സ് നോക്കിയപ്പോൾ അതിന്റെ ഒരു ഏർലി ഫേസിൽ നമ്മൾ കണ്ടെത്തിയ രണ്ട് തിയറീസ് ആണ്, അല്ലെങ്കിൽ രണ്ട് കോൺസെപ്റ്റ്സ് ആണ് അനിമിസം ആൻഡ് നേച്ചറിസം എന്ന് പറയുന്നത്. അപ്പൊ ആ രീതിയിൽ ഒരു കോണ്ടെക്സ്റ്റ് തുടങ്ങിയിട്ട് നമുക്ക് ഇൻട്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് നമ്മുടെ ആദ്യത്തെ പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ ഡിസ്കസ് ദ കോൺസെപ്റ്റ് ഓഫ് അനിമിസം. അപ്പൊ നമ്മൾ ആദ്യം അത് ചെയ്യാം. അതായത് കോൺസെപ്റ്റ് ഓഫ് അനിമിസം എന്ന് ഹെഡിങ് ഇട്ടിട്ട് അതിന്റെ ഫീച്ചേഴ്സ് എഴുതാം. അപ്പൊ അതിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, E.B. ടൈലർ ആണ് കൊണ്ടുവന്നത്. അപ്പൊ അത് പറയാം. എന്നിട്ട് ബിലീഫ് ഇൻ സോൾസ് അല്ലെങ്കിൽ എന്താണ് സ്പിരിച്വൽ ബീങ്സിലുള്ള ബിലീഫാണ്. ഒരു ഏർലിയസ്റ്റ് ആൻഡ് സിംപ്ലസ്റ്റ് ഫോം ഓഫ് റിലീജിയൻ ആണ്. അപ്പൊ ഇതെങ്ങനെയാണ് വന്നത്, മറ്റേ എക്സ്പീരിയൻസസ് ഇൻ ഡ്രീം, സ്ലീപ്പ്, ഇങ്ങനത്തെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഹ്യൂമൻ ബീങ്സ് പോയപ്പോൾ ഇറ്റ് ലെഡ് ദം ടു ബിലീവ് ദാറ്റ് എവറി ഹ്യൂമൻ പൊസസസ് എ സോൾ. അപ്പൊ ആ രീതിയിലാണ് വന്നത്. ഡെത്തിന് ശേഷവും സോള് പൊസസ് ചെയ്യുന്ന ഹ്യൂമൻ ബീങ്സ് ഉണ്ട്, ആൻഡ് അങ്ങനെയാണ് അത് എക്സ്പാൻഡ് ചെയ്ത് പോയത്. അതിന്റെ ഫീച്ചേഴ്സ് എന്നുള്ള രീതിയിലേക്ക് കുറച്ച് ഒരു 1 പാരഗ്രാഫിലേക്ക് അല്ലെങ്കിൽ 1.5 പാരഗ്രാഫിലേക്ക് ചുരുക്കി അത് എഴുതുക. ഓക്കെ, അനിമിസം എന്നുള്ള ഒരു കോൺസെപ്റ്റ്. അപ്പൊ അതിന് മേ ബി പോയിന്റ്സ് ആയിട്ട് കൊടുക്കാം. അതിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് എന്താ പറയാ, സോൾസിലേക്കുള്ള ബിലീഫാണ്, അല്ലെങ്കിൽ സ്പിരിറ്റിലുള്ള ബിലീഫാണ്. ഈ സ്പിരിറ്റ് ഒക്കെ നമ്മൾ ഹ്യൂമൻ ലൈഫിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്നുള്ളൊരു കാര്യം, റിച്വൽ പ്രാക്ടീസസ് എസെൻഷ്യൽ ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് മേ ബി 1 എക്സാമ്പിൾ കൊടുത്തിട്ട് ആ അനിമിസം എന്നുള്ളൊരു കോൺസെപ്റ്റ് ഡിസ്കസ് ചെയ്യാം. നൗ ദ ക്വസ്റ്റ്യൻ ഇസ്, ഇനി നമ്മളടുത്ത് പറയുന്നത് ഡിഫറൻഷിയേറ്റ് ഇറ്റ് ഫ്രം ദ കോൺസെപ്റ്റ് ഓഫ് നേച്ചറിസം. ഡിഫറൻഷിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ വീണ്ടും അനിമിസം പറയണം. അപ്പൊ നമ്മൾ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് പകരം വാട്ട് യു ക്യാൻ ഡു ഇസ്, എപ്പോഴും ആലോചിക്കുക, ഡിഫറൻഷിയേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ടേബിൾ വരയ്ക്കാനാണ്, ഇഫ് വി ഹാവ് ഇനഫ് പോയിന്റ്സ്. അപ്പൊ ഉടനെ തന്നെ ടേബിൾ വരയ്ക്കുക, അനിമിസം നേച്ചറിസം എന്ന് എഴുതുക. എന്നിട്ട് പാരാമീറ്റേഴ്സ് ഇട്ടിട്ട് നമുക്ക് രണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഇപ്പൊ പാരാമീറ്റേഴ്സ് എന്തൊക്കെയാ നമുക്ക് ഇടാൻ പറ്റുക, പാരാമീറ്റേഴ്സ് ഇടുമ്പോഴേക്ക് ഏതിലാണ് ബിലീഫ്, ആരാണിത് കൊണ്ടുവന്നത്, അല്ലെങ്കിൽ ഒറിജിൻ ഓഫ് റിലീജിയൻ എന്താണ്, മെയിൻ ഒബ്ജക്റ്റ് ഓഫ് വേർഷിപ്പ് എന്താണ്, ഓക്കെ ഇതിന്റെ ഗോഡിനെ കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ എന്താണ്, അല്ലെങ്കിൽ ബേസിസ് ഓഫ് ബിലീഫ് എന്താണ്, ഇങ്ങനെയുള്ള പാരാമീറ്റേഴ്സ് ഇട്ടിട്ട് അവിടെ ഇവിടെയായിട്ട് നേച്ചറിസത്തിനെയും അനിമിസത്തിനെയും ലൈക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പോവാ ടേബിളിൽ തന്നെ. എന്നിട്ട് എക്സാമ്പിൾസ് കൊടുക്കുക. ഇത്രയാവുമ്പോഴേക്കും ഓൾമോസ്റ്റ് ഈ ആൻസറിന്റെ ഡിമാൻഡ് തീർന്നു. അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഓക്കെ, 1 അഡീഷൻ ടു ദാറ്റ് ഇസ്, ഇപ്പൊ നിങ്ങൾ ആ ഡിഫറൻസ് സ്പോട്ട് ചെയ്യുമ്പോഴേക്ക് വേണമെങ്കിൽ ക്രിറ്റിസിസംസ് കൂടെ ജസ്റ്റ് പറഞ്ഞു പോവാം അത് കഴിഞ്ഞിട്ട്. അതായത് ഈ രണ്ട് തിയറീനെയും പലപ്പോഴും ക്രിറ്റിസിസം കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഡർക്കിയും പറയുന്ന കാര്യം സൊസൈറ്റിനെയാണ് എംഫസൈസ് ചെയ്യുന്നത്, അല്ലാതെ ഈ സൈക്കോളജിക്കൽ തിങ്ങിനല്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു 1-2 ക്രിറ്റിസിസം എഴുതിയിട്ട് വേണമെങ്കിൽ കൺക്ലൂഡ് ചെയ്യാം. അല്ലെങ്കിൽ ക്രിറ്റിസിസം തന്നെ കൺക്ലൂഷൻ ആക്കിയിട്ട് എഴുതാം, അല്ലെങ്കിൽ ക്രിറ്റിസിസം സെപ്പറേറ്റ് ചെയ്തിട്ട് കൺക്ലൂഷൻ വേറെ എഴുതാം. ഇനി ആ ടേബിൾ വരയ്ക്കുന്നതിന് പകരം അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ പറയുന്ന നേച്ചറിസം പാരഗ്രാഫിൽ എഴുതിയിട്ട്
അനിമിസത്തിന് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന പോലെ ആൻസർ ചെയ്ത്, അതായത് അനിമിസം ഇങ്ങനെയാണെങ്കിൽ നേച്ചറിസം ഇങ്ങനെയാണ്, ഇതിന്റെ ബിലീഫ് ഇതാണെങ്കിൽ, പക്ഷെ അങ്ങനെ എഴുതുന്നതിനേക്കാളും നല്ലത് എനിക്ക് തോന്നുന്നു ടേബിൾ വരച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് തന്നെയാണ്. എന്നിട്ട് ഇതർ യു ക്യാൻ ഗിവ് ദാറ്റ് ക്രിറ്റിസിസം ആസ് കൺക്ലൂഷൻ, അല്ലെങ്കിൽ നമുക്ക് കൺക്ലൂഷൻ ആയിട്ട് പറയാൻ പറ്റുന്നത് ഈ പറയുന്ന പോലെ രണ്ട് തിയറീസും വളരെയധികം ക്രിറ്റിസിസംസ് നേരിട്ടിട്ടുണ്ടെങ്കിൽ കൂടി നമ്മൾ ഏർലി ഫോംസ് ഓഫ് റിലീജിയൻ പഠിക്കുന്നതിന് വളരെയധികം യൂസ്ഫുൾ ആയ രണ്ട് കോൺസെപ്റ്റ്സ് ആണ് അനിമിസവും നേച്ചറിസം എന്ന് പറഞ്ഞിട്ട് നിർത്താം. ഇത്രയാണ് ആ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനില് സെക്ടൻ കൾട്ട്. ഓക്കെ, സെക്ടൻ കൾട്ട് വളരെ ഡിറക്റ്റ് ആണ്. മേ ബി നമുക്ക് ഓക്കെ രണ്ടും മേ ബി നമുക്ക് ആ 20 മാർക്കറിന്റെ അതിലേക്ക് പോവാം. ഓക്കെ, അത് കുറച്ചുകൂടി ഡിറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്, ബാക്കി രണ്ട് 10 മാർക്കേഴ്സും. മേ ബി വി ക്യാൻ ഗോ വിത്ത് ദിസ് ഈ ക്വസ്റ്റ്യൻ, അതായത് റിലീജിയസ് പ്ലൂറലിസം എന്നാണെന്ന് തോന്നുന്നു. ഓക്കെ, ക്വസ്റ്റ്യൻ റിലീജിയസ് ടൈപ്പും ഉണ്ട്. റിലീജിയസ് പ്ലൂറലിസം ഇസ് ദി ഓർഡർ ഓഫ് പ്രസന്റ് ഡേ സൊസൈറ്റീസ്, എക്സ്പ്ലെയിൻ ബൈ ഗിവിംഗ് സൂട്ടബിൾ എക്സാമ്പിൾസ്. ഇത് 20 മാർക്കറാണ്. അപ്പൊ ഏകദേശം ഒരു 11-12 മിനിറ്റ്സ് എടുക്കാം നമുക്ക്. അപ്പോൾ ഓക്കെ, 9:27 നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഏകദേശം ഒരു 38-39 ആകുമ്പോഴേക്കും നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ,
Last 3 minutes. Okay, discuss ചെയ്യാം. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, റിലീജിയസ് പ്ലൂറലിസം ഇസ് ദി ഓർഡർ ഓഫ് പ്രസന്റ് ഡേ സൊസൈറ്റീസ്, എക്സ്പ്ലെയിൻ വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾസ്. ഓക്കെ, അപ്പം എക്സാമ്പിൾസ് പറയണം എന്ന് പറഞ്ഞ കാര്യം അവിടെ വെക്കുക, അത് ഓർമ്മിച്ച് വെക്കുക. നമ്മുടെ അടുത്ത് ചോദിക്കുന്നത് പ്രസന്റ് ഡേ സൊസൈറ്റീസിന്റെ ഓർഡർ ആണ് റിലീജിയസ് പ്ലൂറലിസം. അപ്പം ഇത് എവിഡന്റ് ആവുന്ന എന്ത് സാധനങ്ങളും നിങ്ങൾക്ക് കൊടുക്കാം. ഇത് എവിഡന്റ് ആവുന്നെന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് റിലീജിയസ് പ്ലൂറലിസം പ്രസന്റ് ഡേ സൊസൈറ്റിന്റെ ഓർഡർ ആണെന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങൾ, ആ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ കോസസ്, പല പല കോസസ് ഉണ്ടാവും, ആ കാര്യങ്ങൾ പറയാം. ആൻഡ് ഈവൻ ഇതേ സ്റ്റേറ്റ്മെന്റ് സം ഓർ ദി അതർ വേയിൽ ഏതെങ്കിലും തിങ്കർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും നമുക്ക് പറയാം. സോ ആ സ്റ്റേറ്റ്മെന്റ് എവിഡന്റ് ആവുന്ന ഏത് രീതിയിലും നമുക്ക് ആർഗ്യുമെന്റ്സ് കൊണ്ടുവരാം. അപ്പം ഇൻട്രൊഡക്ഷനിൽ നമുക്ക് പറയാൻ പറ്റുക റിലീജിയസ് പ്ലൂറലിസം എന്താണ് എന്നുള്ള തരത്തിലാണ് നമുക്ക് പറയാൻ പറ്റുക. ഇപ്പൊ റിലീജിയസ് പ്ലൂറലിസം എന്ന് പറയുന്നത് ബേസിക്കലി പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ്, ഈക്വൽ റെക്കഗ്നിഷൻ ആൻഡ് മ്യൂച്വൽ റെസ്പെക്ട് ഓഫ് മൾട്ടിപ്പിൾ റിലീജിയൻസ് വിത്തിൻ ദ സെയിം സൊസൈറ്റി. അപ്പൊ ആ രീതിയിൽ 1 or 2 സെന്റൻസസ് അതിന് കൊടുക്കാം. ഇനി നമ്മൾ പറയുന്നത് റിലീജിയസ് പ്ലൂറലിസം ബിക്കമിങ് ദി ഓർഡർ ഓഫ് പ്രസന്റ് ഡേ സൊസൈറ്റീസ്, അല്ലെങ്കിൽ വൈ, എന്തുകൊണ്ടാണ് അത് അങ്ങനെ വരുന്നതെന്നോ അങ്ങനെ എന്തെങ്കിലും. അപ്പൊ അങ്ങനെ ഒരു ടൈറ്റിൽ കൊടുക്കാം. അപ്പൊ നമ്മൾ ആലോചിക്കുക, പ്രസന്റ് ഡേ സൊസൈറ്റി എന്ന് പറയുമ്പോൾ അതിലുള്ള ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, പ്രസന്റ് ഡേ സൊസൈറ്റിനെ ക്യാരക്ടറൈസ് ചെയ്യുന്ന പല ഫാക്ടേഴ്സ് അത് ആലോചിക്കുക. ആൻഡ് അതും ഈ റിലീജിയസ് പ്ലൂറലിസവും തമ്മിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പൊ നമുക്കൊന്ന് പറയാൻ പറ്റുന്നത്, നമ്മൾ നേരത്തെ പറയുന്ന റിലീജിയൻ എന്ന് പറയുമ്പോഴേക്കും മോഡേൺ ഡേ ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് ഗ്ലോബലൈസേഷൻ ആൻഡ് മൈഗ്രേഷൻ, അല്ലെ? ഇൻക്രീസ്ഡ് ആയിട്ടുള്ള ഇന്റർ കണക്ഷൻസ് കാരണം നമ്മുടെ സൊസൈറ്റി ഭയങ്കര ഐഡിയാസ് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ സൊസൈറ്റി ഇൻക്രീസിംഗ്ലി ഒരു ഹെട്രോജിനസ് സൊസൈറ്റി ആയിട്ട് മാറുന്നുണ്ട്. അപ്പൊ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ അടുത്ത് എക്സാമ്പിൾസ് ഉപയോഗിച്ച് പറയണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒന്നെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഇപ്പൊ ഗ്ലോബലൈസേഷൻ ആൻഡ് മൈഗ്രേഷൻ എന്ന് പറയുന്ന ഒരു സബ് ഹെഡിങ് കൊടുത്തിട്ട് അതിന്റെ എക്സ്പ്ലനേഷൻ എഴുതുക, വൺ സെന്റൻസിൽ എക്സ്പ്ലനേഷൻ എഴുതിയിട്ട് എക്സാമ്പിൾ കൊടുക്കാം. ഇല്ലെങ്കിൽ നമുക്ക് ആ ഗ്ലോബലൈസേഷൻ ആൻഡ് മൈഗ്രേഷൻ എഴുതി കഴിഞ്ഞിട്ട് ഡയറക്ട്ലി എക്സാമ്പിൾ കൊടുക്കാം. ബിക്കോസ് ഇവിടെ എക്സാമ്പിൾസിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്, ബിക്കോസ് അത് എക്സ്പ്ലിസിറ്റ്ലി എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മളൊരു പോയിന്റ് എഴുതുന്നുണ്ടെങ്കിൽ ഇപ്പൊ എക്സാമ്പിൾസ് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് എല്ലാ പോയിന്റിനും എക്സാമ്പിൾ എഴുതണമെന്നില്ല,
മെജോറിറ്റി ഓഫ് ദ പോയിന്റ്സിന് എഴുതാൻ ശ്രദ്ധിക്കുക. അപ്പൊ അത്രയും ഉള്ളൊരു ഫോക്കസ് കൊടുത്താൽ മതി. അപ്പൊ ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്ന എന്താണ്, ഗ്ലോബലൈസേഷൻ ആൻഡ് മൈഗ്രേഷൻ പറയുമ്പോൾ ഇപ്പോ എന്താ പറയാ, ഇന്ത്യക്കാർ തന്നെ, അതായത് ഇന്ത്യൻ ടെമ്പിൾസും മോസ്കുകളൊക്കെ നമുക്ക് കാനഡയിലും USA അങ്ങനെയൊക്കെ കാണാൻ പറ്റും. അപ്പൊ അത് ഇൻക്രീസിംഗ്ലി ഒരു എവിഡൻസ് ഓഫ് ഗ്ലോബലൈസേഷൻ ആൻഡ് മൈഗ്രേഷൻ ആണ്. പിന്നെ നമുക്ക് പറയാൻ പറ്റുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ കാര്യമാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ, സെക്യുലറിസം, ഇങ്ങനത്തെ കാര്യങ്ങൾ. അപ്പൊ നമ്മുടെ മോഡേൺ ഡേ പ്രസന്റ് ഡേ സൊസൈറ്റീസിൽ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രസൻസിൽ ഡിഫറെന്റ് റിലീജിയൻസ് കോ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിന് ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ ആണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഏതെങ്കിലും ആർട്ടിക്കിൾ 25 to 28 നമുക്ക് പ്രതിപാദിച്ചുകൊണ്ട് അതിനെ എക്സാമ്പിൾ ആക്കിയിട്ട് നമുക്ക് പറയാം. പിന്നെ നമുക്ക് urbanization കാര്യം പറയാം. urbanization എന്താണ്, സിറ്റി സ്പേസസ് വരുമ്പോഴേക്ക് ഡിഫറെന്റ് റിലീജിയൻസ് കോ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ കാര്യം പറയാം. പിന്നെ നമുക്ക് ഓൺലൈൻ മീഡിയാസും അല്ലെങ്കിൽ ഇന്റർനെറ്റും വരുന്നത് കാരണം ഇൻക്രീസിംഗ്ലി എന്താണ്, ഫെയ്ത്തും അല്ലെങ്കിൽ റിലീജിയസ് ഐഡിയാസിനും എക്സ്ചേഞ്ചുകളും കോ എക്സിസ്റ്റൻസും നടക്കുന്നുണ്ട്. അപ്പൊ അത് നമുക്ക് പറയാം. ഇപ്പൊ റിലീജിയസ് ടീച്ചിങ്സ് ഓൺലൈൻ വഴി നടക്കുന്നു. അതിൽ തന്നെ ഓൺലൈൻ നടക്കുന്നതുകൊണ്ട് തന്നെ ഇപ്പൊ ഡിഫറെന്റ് റിലീജിയൻസ്, ഇപ്പം ഹിന്ദു ആയിട്ടുള്ള ആൾക്കാർ ക്രിസ്ത്യൻ റിലീജിയസ് പ്രാക്ടീസസ് പഠിക്കുന്നത്. ഇൻഫ്രാസ്ട്രക്ചറിന്റെ കാര്യം പറയാം. മൾട്ടി ഫെയ്ത്ത് ആയിട്ടുള്ള പ്രെയർ റൂംസിന്റെ കാര്യം പറയാം. അപ്പൊ ഈ ഇപ്പൊ മൾട്ടി ഫെയ്ത്ത് ആയിട്ടുള്ള പ്രെയർ റൂം എന്ന് പറയുന്നത് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ആ എക്സാമ്പിള് ഏതെങ്കിലും ഒരു കുറച്ചൊരു മെയിൻ സബ് ഹെഡിങ് പറഞ്ഞിട്ട് അതിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് ഈ മൾട്ടി ഫെയ്ത്ത് പ്രെയർ റൂം പറയാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ട് അതിന്റെ എക്സാമ്പിൾ ആയിട്ട് ഈ മൾട്ടി ഫെയ്ത്ത് പ്രെയർ റൂംസോ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ പറയാം. അപ്പൊ ഈ ഏകദേശം ഇത്രയും കാര്യങ്ങൾ നമുക്ക് പ്രാക്ടിക്കൽ സെൻസിൽ പറയാൻ പറ്റും. പിന്നെ ഏതെങ്കിലും തിങ്കേഴ്സ്, സോഷ്യോളജിക്കൽ ആയിട്ടുള്ള തിങ്കേഴ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും നമുക്ക് പറയാം. ഇപ്പൊ ഞാൻ നോക്കിയപ്പോ ഞാൻ കുറച്ച് കണ്ടത്, ഇപ്പം ഡർക്കിയും പറഞ്ഞിട്ടുള്ള കാര്യം തന്നെ നമുക്ക് എഴുതാം. അതായത് പ്ലൂറൽ സൊസൈറ്റീസിൽ ഷെയർഡ് വാല്യൂസ്, ഷെയർഡ് സോളിഡാരിറ്റി വരുന്നത്, അത് ഇതിന്റെ ഒരു റിഫ്ലക്ഷൻ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. നാഷണൽ ഫ്ലാഗും കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ ഒരു യൂണിഫൈങ് സിമ്പിൾസ് ആയിട്ട് മാറുന്നത്. പിന്നെ പീറ്റർ ബർഗറിന്റെ ഒരു റിലീജിയസ് മാർക്കറ്റ് പ്ലേസ് എന്ന് പറഞ്ഞിട്ടൊരു കോൺസെപ്റ്റ് ഉണ്ട്. ഓക്കെ, അതായത് മോഡേണിറ്റി ഒരിക്കലും റിലീജിയനെ എലിമിനേറ്റ് ചെയ്യുന്നില്ല, പക്ഷെ നേരെ മറിച്ച് ഡിഫറെന്റ് റിലീജിയൻസിന് ഒരു കോമ്പറ്റീവ് മാർക്കറ്റ് പ്ലേസ് ഫോം ചെയ്യുന്നുണ്ട്. അപ്പൊ അതും നമുക്കൊരു ഇതിന്റെ ഒരു മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ റിഫ്ലക്ഷൻ എന്നുള്ള പോലെ നമുക്ക് ഈ ഒരു പെർസ്പെക്റ്റീവും കൂടെ പറയാം. ഓക്കെ, വേബർ പറയുന്നുണ്ട് റിലീജിയൻസ് പ്രൊമോട്ട് ഡിഫറെന്റ് എത്തിക്കൽ സിസ്റ്റം വിച്ച് കൻ കോ എക്സിസ്റ്റ് വിത്ത് മോഡേൺ ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റീസ്. അത് നമുക്ക് പറയാം. ഓക്കെ, ഇനി നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ ഇതിന്റെ ഇടയിൽ ഈ പോയിന്റ്സ് ആയിരുന്നു നമുക്ക് ഗ്ലോബൽ ആയിട്ടുള്ള കാര്യങ്ങളും പറയാം. ഇപ്പൊ ഗ്ലോബൽ ആയിട്ട് എന്തെങ്കിലും എക്സാമ്പിൾസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ഇതിന്റെ കൂടെ കൂട്ടിച്ചേർക്കാം. ഇനി ഓക്കെ, അപ്പൊ ഇത്ര ആകുമ്പോഴേക്കും നമുക്ക് 20 മാർക്സ് എഴുതാൻ പറ്റുമോ എന്നുള്ളത് കുറച്ചൊരു കൺഫ്യൂസിങ് സാധനമാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമുക്ക് പോയിന്റ്സ് വരുന്നില്ല എങ്കിൽ വാട്ട് വി ക്യാൻ ഡു ഇസ് എക്സ്ട്രാ ആയിട്ട് നമുക്ക് ഓക്കെ ഇതിന്റെ ഗുണങ്ങൾ എന്താണ്, ഇതിന്റെ പ്രശ്നങ്ങൾ എന്താണ്, അങ്ങനെയൊക്കെ എഴുതാം. അപ്പൊ പോസിറ്റീവ് കോൺസിക്വൻസസ് ചെയ്യുന്നതിന് പകരം അത് നമ്മൾ ഏകദേശം ഒരു ഇതിന്റെ റീസൺ എന്നുള്ള രീതിയിൽ അത് കാണിച്ചു അല്ലെ. പോസിറ്റീവ് കോൺസിക്വൻസസ് അല്ല, പക്ഷെ ആ സ്റ്റേറ്റ്മെന്റിനെ നമ്മൾ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിച്ചു. ഇനി നമുക്ക് വേണമെങ്കിൽ ഈ റിലീജിയസ് പ്ലൂറലിസം ഓർഡർ ഓഫ് ദ പ്രസന്റ് സൊസൈറ്റീസ് ആണ് എന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. കാരണം ലൈക് പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ് നടക്കുന്നില്ല എന്നുള്ളതിനെ ചലഞ്ച് ചെയ്തിട്ട് നമുക്ക് ക്രിറ്റിസിസം എന്നുള്ള രീതിയിൽ സംസാരിക്കാം. അത് ഒരു മേജർ വെയിറ്റേജ് അല്ല, പക്ഷേ നമുക്ക് 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് ഈ പറയുന്ന ഒരു ആംഗിളിൽ ഒരുപാട് പോയിന്റുകൾ ഇല്ല എന്നുള്ള കേസിൽ എന്ത് പറയാം, ക്രിറ്റിസിസംസും കൂടെ പറഞ്ഞിട്ട് നിർത്താം. ഓക്കെ, ചലഞ്ചസ്, അതായത് പ്രസന്റ് ഡേ ഓർഡറിലേക്ക് റിലീജിയസ് പ്ലൂറലിസത്തിന് ചലഞ്ചസ് സംഭവിക്കുന്നുണ്ട് എന്നുള്ള രീതിയിലേക്ക് കുറച്ച് പോയിന്റ്സ് പറയാം. വാട്ട് ഐ ഫീൽ ഇസ് ഇപ്പൊ നമ്മുടെ GS ഇപ്പം കീവേഡ് നോക്കി സ്ട്രിക്റ്റ് ആയിട്ട് എഴുതുന്നത് പോലെ സോഷ്യോളജിയിൽ അത്രയും സ്ട്രിക്റ്റ് ആക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് സോഷ്യോളജിയിൽ ഇനി കീവേഡ് എക്സ്പ്ലെയിൻ ആയാലും ഇലോബറേറ്റ് എന്നായാലും അതിന്റെ ചലഞ്ചസോ ക്രിറ്റിസിസംസോ എഴുതാൻ ഒരു സ്പേസ് ഉണ്ടെങ്കിൽ ഒരു 2-3 എങ്കിലും എഴുതിയിട്ട് കൺക്ലൂഷനിലേക്ക് പോയാൽ മതി. എപ്പോഴും ഒരു അതർ സൈഡ് ഓഫ് ദ പിക്ചർ കൊടുക്കുന്നത് നല്ലതായിരിക്കും സോഷ്യോളജിനെ സംബന്ധിച്ചോളം. ബിക്കോസ് റിലേറ്റീവ് ടു GS നമ്മൾ കുറച്ചുകൂടി ഡീപ്പായിട്ടാണ് എഴുതുന്നത്. അപ്പൊ നമുക്കൊരു ആ ഒരു ഐഡിയ കൂടെ കൊടുത്തിട്ട് നിർത്താം. അപ്പൊ ചലഞ്ചസ് പറയുമ്പോൾ നമുക്ക് എന്താ പറയാൻ പറ്റുക, ഇപ്പൊ കമ്മ്യൂണൽ പൊളിറ്റിക്സ് നടക്കുന്നുണ്ട്, ഐഡന്റിറ്റി പൊളിറ്റിക്സ് നടക്കുന്നുണ്ട്, കമ്മ്യൂണൽ വയലൻസ് നടക്കുന്നുണ്ട് അല്ലെ, റിലീജിയസ് നാഷണലിസം എന്ന് പറയുന്ന കാര്യങ്ങൾ ഡിജിറ്റലായിട്ട് തന്നെയാണെങ്കിൽ ഒരുപാട് ഹേറ്റഡും കാര്യങ്ങളും സ്പ്രെഡ് ചെയ്യുന്നത്. അപ്പൊ ആ കാര്യങ്ങൾ നമുക്ക് പറയാം. അതിനും വേണമെങ്കിൽ എക്സാമ്പിൾ കൊടുത്തിട്ട് ദെൻ യു ക്യാൻ ഗോ ടു കൺക്ലൂഷൻ. അപ്പൊ കൺക്ലൂഷൻ പറയുമ്പോഴേക്കും നമുക്ക് പറയാം എന്താ, റിലീജിയസ് പ്ലൂറലിസം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ, റിലീജിയസ് പ്ലൂറലിസം പ്രസന്റ് ഡേ സൊസൈറ്റിയുടെ ഓർഡർ ആണെങ്കിൽ പോലും ഇത് ഒരു സസ്റ്റൈനബിൾ ആയിട്ട് നിലനിർത്താൻ വേണ്ടിയിട്ട് നമുക്ക് വേറെ ഒരുപാട് കാര്യങ്ങൾ വേണം. അതായത് ലീഗൽ ഫ്രെയിം വർക്ക്സ് വേണം, അല്ലെങ്കിൽ എന്താണ് ഇന്റർഫെയ്ത്ത് ആയിട്ടുള്ള ഡയലോഗ്സ് വേണം, ഇൻക്ലൂസീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വേണം. ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഇതിനെ സസ്റ്റൈനബിൾ ആയിട്ട് റിലീജിയസ് പ്ലൂറലിസം എന്ന് പറയുന്ന പ്രസന്റ് ഡേ സൊസൈറ്റീന്റെ ഒരു ഫീച്ചറിനെ നമുക്ക് സസ്റ്റൈനബിൾ ആയിട്ട് വെക്കാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിലേക്ക് പറഞ്ഞു നിർത്താം. നമ്മൾ ആ സ്റ്റേറ്റ്മെന്റിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നു, ദെൻ വി ഗോ ടു ക്രിറ്റിസിസം, ദെൻ വി ഗോ ടു കൺക്ലൂഷൻ.
ഓക്കെ, ആസ് പെർ ദ ഡിമാൻഡ് ഓഫ് ദ ക്വസ്റ്റ്യൻ നമുക്ക് സപ്പോർട്ട് ചെയ്ത് മാത്രം സംസാരിച്ചാൽ മതി. ബട്ട് സിൻസ് ഇറ്റ്സ് സോഷ്യോളജി ആൻഡ് ഇറ്റ്സ് ഗുഡ് ടു ഗിവ് ആൻ അതർ പെർസ്പെക്റ്റീവ്, നമ്മളൊരു 2 to 3 പോയിന്റ്സ് ക്രിറ്റിസിസവും കൂടെ പറഞ്ഞ്, ആൻഡ് ദിസ് ഇസ് ഓൾസോ 20 മാർക്കർ, അതുകൊണ്ടും കൂടെയാണ് നമ്മളത് പറയുന്നത്. ആൻഡ് ദെൻ വി ഗോ ടു കൺക്ലൂഷൻ. ഇത്രയാണ് ആ ക്വസ്റ്റ്യനിൽ. ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ? ക്ലിയർ ആണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, നമുക്കൊരു 20 മാർക്കർ ഉണ്ട്. ഓക്കെ, ഇതും കൂടെ 20 മാർക്കർ ചെയ്യാം. ഗിവ് ആൻ അസസ്മെന്റ് ഓഫ് ഡർക്കേമിയൻ നോഷൻ ഓഫ് സേക്രഡ് ആൻഡ് പ്രൊഫൈൻ ഇൻ സോഷ്യോളജി ഓഫ് റിലീജിയൻ. ഡർക്കേമിന്റെ സേക്രഡ് ആൻഡ് പ്രൊഫൈൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. അപ്പോൾ ഗിവ് ആൻ അസസ്മെന്റ് എന്താണ് ചോദിക്കുന്നത്? അസസ്മെന്റിൽ നമുക്ക് എന്തും എഴുതാം. സോ ഗിവ് ആൻ അസസ്മെന്റ് ഓഫ് ഡർക്കേമിയൻ നോഷൻ ഓഫ് സേക്രഡ് ആൻഡ് പ്രൊഫൈൻ ഇൻ ദ സോഷ്യോളജി ഓഫ് റിലീജിയൻ. 20 മാർക്ക്. ഇപ്പൊ 9:48 ആയി. അപ്പൊ ഏകദേശം ഒരു 10:02 ഒക്കെ ആകുമ്പോൾ നമുക്ക് നിർത്താം. ഓക്കെ.
Last 2 minutes. Okay. ഇത് നമുക്ക് നോക്കാം. So question, give an assessment of Durkheimian notion of sacred and profane in the sociology of religion. അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കീവേഡ് അസസ്മെന്റ് എന്നുള്ളതാണ്. അപ്പൊ പലപ്പോഴും നമ്മൾ അസസ്മെന്റ് എന്ന് പറയുമ്പോഴേക്ക് പോസിറ്റീവ്സ് നെഗറ്റീവ്സ് അതിലേക്ക് ഒതുക്കും. അങ്ങനെയുള്ള ടെൻഡൻസിക്ക് ജനറലി അങ്ങനെയുള്ള ടെൻഡൻസി വേണ്ട. ഈവൻ GS-ലായാൽ പോലും നമ്മൾ കുറച്ചുകൂടെ ഹോളിസ്റ്റിക് ആയിട്ട് ഒരു എല്ലാ ഡയമെൻഷൻസും പിടിച്ചെഴുതാൻ നോക്കുക. അപ്പൊ ഇവിടെ അസസ്മെന്റ് എന്ന് പറയുമ്പോഴേക്കും നമുക്ക് അതിന്റെ ഏത് സൈഡും നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അപ്പൊ ഇതിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇൻട്രൊഡക്ഷനിലേക്ക് പോകുന്നു. ഇൻട്രൊഡക്ഷനിലേക്ക് പോകുമ്പോൾ ഈതർ നമുക്ക് സേക്രഡും പ്രൊഫൈനും ഡിഫൈൻ ചെയ്യാം. അപ്പൊ എനിക്ക് തോന്നുന്നു മേ ബി സേക്രഡും പ്രൊഫൈനും ഡിഫൈൻ ചെയ്ത് പോകാം. അല്ലെങ്കിൽ നമുക്ക് ആ സേക്രഡും പ്രൊഫൈനും ഡിഫൈൻ ചെയ്യുന്നത് ബോഡിയിലേക്ക് എടുത്തിട്ട് മേ ബി ഒരു ഇൻട്രൊഡക്ഷൻ പോലെ നമുക്ക് ഇൻട്രൊഡക്ഷനിൽ ഒരു കോണ്ടെക്സ്റ്റ് പോലെ നമുക്ക് കൊടുക്കാം. ഇപ്പം ഡർക്കെയിം ഇൻ ദ എലിമെന്ററി ഫോംസ് ഓഫ് റിലീജിയസ് ലൈഫ് ഇങ്ങനെയാണ് എന്താണ് റിലീജിയൻ എന്ന് പറയുന്നത്. സ്റ്റാൻഡ്സ് ഇൻ ദ കോൺട്രഡിക്ഷൻ ബിറ്റ്വീൻ പ്രൊഫൈൻ ആൻഡ് സേക്രഡ്. ഏതാണ് അങ്ങനെ പറയാം. അല്ലെങ്കിൽ നമ്മുടെ സേക്രഡ് ആൻഡ് പ്രൊഫൈൻ എന്താന്ന് പറഞ്ഞ് ഡിഫൈൻ ചെയ്ത് തുടങ്ങാം. ഏതും ഇസ് ഗുഡ്. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? ആ അസസ്മെന്റിലേക്ക് പോവാണ്. അപ്പൊ നമ്മൾ ഹെഡിങ് കൊടുക്കുകയാണ് അസസ്മെന്റ് ഓഫ് ഡർക്കെയിമിയൻ നോഷൻ ഓഫ് സേക്രഡ് ആൻഡ് പ്രൊഫൈൻ. അപ്പൊ അസസ്മെന്റ് എന്ന് പറയുമ്പോഴേക്കും നമുക്ക് ഇതിൽ എന്ത് ആംഗിളും എഴുതാം. അപ്പോൾ നമുക്ക് ഒന്ന് എഴുതാൻ പറ്റുന്ന ഒരു ആംഗിൾ എന്ന് പറയുന്നത് സേക്രഡ് ആൻഡ് പ്രൊഫൈൻ എന്താണ് ഡർക്കെയിം പറഞ്ഞത്. സേക്രഡ് റെഫേഴ്സ് ടു ദീസ് എക്സാമ്പിൾസ്, പ്രൊഫൈൻ റെഫേഴ്സ് ടു ദീസ്. അതെന്താണ് നമുക്ക് എഴുതാം. ഇനി അവരുടെ എന്തെങ്കിലും ക്യാരക്ടറിസ്റ്റിക്സോ ഫീച്ചേഴ്സോ ഉണ്ടെങ്കിൽ അത് നമുക്ക് കൊടുക്കാം. ഇനി ഡർക്കെയിമിന്റെ അൾട്ടിമേറ്റ്ലി ഡർക്കെയിം എന്താണ് സേക്രഡ് ആൻഡ് പ്രൊഫൈനെ കുറിച്ച് പറഞ്ഞത്, എന്താണ് അത് വെച്ച് റിലീജിയൻ എങ്ങനെയാണ് കണക്ട് ചെയ്തത്. അപ്പോൾ ഡർക്കെയിം പറഞ്ഞത് ഏത് റിലീജിയൻ ആയാലും അതിൽ ഈ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ സേക്രഡ് ആൻഡ് പ്രൊഫൈൻ അതിൽ റെസ്റ്റ് ചെയ്യുന്നതാണ്. ഏത് റിലീജിയൻ ആയാലും സേക്രഡ് ആൻഡ് പ്രൊഫൈൻ എന്നുള്ള ഡിസ്റ്റിങ്ഷനിലാണ് റെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ. ആൻഡ് ഈ സേക്രഡ് ആൻഡ് പ്രൊഫൈനും രണ്ടും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ്. ഓക്കെ. ആൻഡ് സേക്രഡ്നെസ് എന്ന് പറയുന്നത് പലപ്പോഴും സോഷ്യലി ക്രിയേറ്റഡ് ആണ്. ഈ പറയുന്ന പല ഒബ്ജക്ട്സും നമ്മുടെ സേക്രഡ് ഒബ്ജക്ട്സ് എന്ന് പറയുന്നത് ആ സൊസൈറ്റി കൊടുക്കുന്ന മീനിങ്ങിലാണ് അത് സേക്രഡ് ആവുന്നത്. ആൻഡ് ആ സേക്രഡ് സിംബൽസ് പലപ്പോഴും സൊസൈറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒന്നാണ്. അപ്പൊ ആ രീതിയിൽ കുറച്ച് കാര്യങ്ങൾ എന്താണ് എന്താ പറയാ ഡർക്കെയിം പറഞ്ഞത് ഈ കാര്യങ്ങളെ കുറിച്ച് എന്നുള്ളത് നമുക്ക് പറയാം. അപ്പൊ ഇടയിൽ ചിലപ്പോൾ എക്സാമ്പിൾസ് ഉണ്ടെങ്കിൽ നമുക്ക് എക്സാമ്പിൾസ് കൊടുക്കാം. ആൻഡ് ഈ സേക്രഡ്നെസ് എന്ത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്? ഒരു കളക്റ്റീവ് കോൺഷ്യസ്നെസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സൊസൈറ്റൽ ഓർഡറും സൊസൈറ്റൽ സോളിഡാരിറ്റിയും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. വിച്ച് ഇസ് ദി അൾട്ടിമേറ്റ് ബേസിസ് ഓഫ് എന്താ പറയാ ആർഗ്യുമെന്റ്സ് ദാറ്റ് ഡർക്കെയിം പുട്സ് ഫോർത്ത് ഫോർ റിലീജിയൻ. ഓക്കെ. അത് നമ്മൾ പറയുന്നു. ഇനി നമുക്ക് അസസ്മെന്റ് നമുക്ക് തീർന്നിട്ടില്ല. അപ്പൊ നമ്മൾ ആദ്യം എക്സ്പ്ലെയിൻ ചെയ്തു, പിന്നെ നമ്മൾ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞു. അപ്പൊ ഇത് കുറച്ചും കൂടി ഒരു ഡയറക്റ്റ് അസസ്മെന്റ് ആണ്. ഇവിടെ അസസ്മെന്റ് എന്ന് പറയുന്ന ഒരു കാര്യം ഡയറക്റ്റ്ലി നടക്കുന്നില്ല. ഇനി നമുക്ക് എന്താ പറയാൻ പറ്റുക? ഈ പറയുന്ന അസസ്മെന്റിലേക്ക് ഇപ്പൊ സേക്രഡ് ആൻഡ് പ്രൊഫൈൻ എന്ന് പറയുന്ന ഒരു കാര്യം, ഈ സേക്രഡ് ആൻഡ് പ്രൊഫൈന്റെ ഒരു കണ്ടംപററി റെലവൻസ് എന്താണ് എന്നുള്ള രീതിയിലേക്ക് നമുക്ക് വേണമെങ്കിൽ സംസാരിക്കാം. അതും ഒരു അസസ്മെന്റ് ആണ്. അപ്പൊ കണ്ടംപററി റെലവൻസ് നമുക്ക് സംസാരിക്കുമ്പോഴേക്ക്
പല പല തിങ്കേഴ്സിനെ കോട്ട് ചെയ്യാം, അല്ലെങ്കിൽ പല പല എക്സാമ്പിൾസ് കൊടുക്കാം. ഇപ്പൊ സിവിൽ റിലീജിയൻ എന്ന് പറയുന്ന ഒരു റോബർട്ട് ബെല്ല കോൺസെപ്റ്റ് ഉണ്ട്. റോബർട്ട് ബെല്ല എന്ന് പറഞ്ഞ ഒരു തിങ്കറിന്റെ. അപ്പൊ അതിൽ നമ്മൾ പറയുന്നുണ്ട്, ആസ് സൊസൈറ്റി പ്രോഗ്രസസ്, മോഡേൺ സൊസൈറ്റി ആകുമ്പോഴേക്കും ന്യൂ ഫോംസ് ഓഫ് സീക്രഡ് ഒബ്ജക്ട്സ് വരുന്നുണ്ട്. ഇപ്പൊ നാഷണൽ ഫ്ലാഗ് അല്ലെങ്കിൽ നാഷണൽ ആന്തം, ഓക്കെ, കോൺസ്റ്റിറ്റ്യൂഷൻ, ഇങ്ങനെയുള്ള രീതിയിലേക്ക് പറയാം. ഈവൻ നമ്മൾ എൻവയോൺമെന്റിലെ കുറെ കാര്യങ്ങൾ സീക്രഡ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇപ്പൊ സീക്രഡ് ഗ്രൂപ്പ്സ്, അതൊക്കെ ഇതിന്റെ ഒരു മാനിഫെസ്റ്റേഷൻ ആണ്. പിന്നെ ഹ്യൂമൻ റൈറ്റ്സ് നമ്മളൊരു സീക്രഡ് വാല്യൂ ആയിട്ടാണ് പല സമയത്തും കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ പലപ്പോഴും നമ്മൾ കൊടുക്കുന്ന ട്രോഫീസ് അല്ലെങ്കിൽ അവാർഡ്സ്, ഇതൊക്കെ നമ്മളൊരു ഭയങ്കര സീക്രട്ട് സ്റ്റേറ്റസ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും അത് ഫ്രെയിം ചെയ്ത് നമ്മൾ ഭയങ്കര അതിനൊരു ഡിഫറെന്റ് പെഡസ്റ്റലിൽ വെക്കുന്നത്. ഡിജിറ്റലി ആയാലും ഒരുപാട് ഡിജിറ്റൽ റിലീജിയൻസ് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ അപ്പൊ ഇത് നമ്മുടെ ഒരു കണ്ടംപററി റെലവൻസ് ആയിട്ട് നമ്മൾ പറഞ്ഞു. പിന്നെ നമുക്ക് പറയാൻ പറ്റുന്ന എന്താണ്, ഈ പറയുന്ന സീക്രട്ട് ആൻഡ് പ്രൊഫൈൻ എന്നുള്ള ഒരു കോൺസെപ്റ്റിനെ, ഇതിന് ഒരുപാട് ക്രിറ്റിസിസംസും നമുക്ക് പറയാം. അപ്പൊ അതും ഒരു അസസ്മെന്റ് ആണ്. ഡർക്കേമിന്റെ നോഷൻ ഓഫ് സീക്രട്ട് ആൻഡ് പ്രൊഫൈൻ പലപ്പോഴും ക്രിട്ടിസൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്തിനാണ്, ഇപ്പൊ ഒരുപാട് ആൾക്കാർ പറഞ്ഞു ശരിക്കും എല്ലാ റിലീജിയനും അങ്ങനെ ഒരു ഡിസ്റ്റിങ്ഷൻ ഒന്നും ഇല്ല, അല്ലെങ്കിൽ പിന്നെ നമ്മുടെ വേബർ ആയാലും അല്ലെങ്കിൽ വേബർ പറഞ്ഞു എന്താണ്, റിലീജിയൻ എപ്പോഴും കളക്റ്റീവ് അല്ല, അതിൽ ഇൻഡിവിജ്വൽ മീനിങ്ങും സാൽവേഷനും അങ്ങനത്തെ കാര്യങ്ങളും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം. മാർക്സ് ആണെങ്കിൽ എന്തായിരിക്കും പറയാ, അവിടെയുള്ള ഡോമിനേഷൻ, ഓക്കെ, ക്ലാസ് ഡോമിനേഷൻ റിഫ്ലക്റ്റഡ് ആവുന്നില്ല. മെലിനോസ്കി ആണെങ്കിൽ പറയുന്നത് സൈക്കോളജിക്കൽ നീഡ്സിന്റെ കാര്യം പറയപ്പെടുന്നില്ല. ഓക്കെ, ആൻഡ് ഇവാൻസ് പ്രിച്ചാർഡ് പറയുന്നുണ്ട്, അതായത് സേക്രഡും പ്രൊഫൈനും എന്ന് പറയുന്ന ഒരു ഡിസ്റ്റിങ്ഷൻ എല്ലാ സൊസൈറ്റിയിലും നമ്മൾ കാണുന്നില്ല. ഇനി നമ്മൾ ഫെമിനിസ്റ്റ് ആംഗിൾ നമുക്ക് വേണമെങ്കിൽ പറയാം, ജെൻഡേർഡ് തിയറീസ് ഇവിടെ റിഫ്ലക്റ്റഡ് ആവുന്നില്ല. അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് ക്രിറ്റിസിസംസും കൂടെ പറയാം. അപ്പൊ ഏകദേശം 5 പോയിന്റ് ആയി. പിന്നെ നമ്മൾ എന്താണ് അടുത്ത സെക്ഷനിലേക്ക് പോകുന്നു. ഇനി നമുക്ക് ഇവിടെ പറയാൻ പറ്റുന്ന ഒരു കാര്യം, എന്നാൽ ഈ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ സീക്രഡ് ആൻഡ് പ്രൊഫൈൻ എപ്പോഴും അങ്ങനെ ഒരു ഡിസ്റ്റിങ്ഷൻ ഉണ്ടോ, അപ്പൊ അത് ബ്ലേർഡ് ആവുന്നുണ്ടോ ഇന്നത്തെ സൊസൈറ്റിയിൽ? ഉണ്ട് അല്ലെ. പലപ്പോഴും സീക്രഡിന്റെ സ്പേസിലേക്ക് പ്രൊഫൈൻ വരുന്നു, പ്രൊഫൈനിന്റെ സ്പേസിലേക്ക് സീക്രഡ് വരുന്നു. ഇപ്പൊ നമ്മൾ പറയുന്നത്, ഇപ്പൊ ഒരു കോമൺ എക്സാമ്പിൾ നമ്മൾ പറയുന്നത് മഹാഭാരത എന്ന് പറയുന്ന ഒരു സീക്രഡ് സംഭവം, പക്ഷെ അത് പലപ്പോഴും TV സീരിയൽസ് ആയിട്ട് പ്ലേ ചെയ്യപ്പെടുന്നുണ്ട്. അതൊരു പ്രൊഫൈൻ കാര്യമാണ്. അപ്പൊ ആ സീക്രഡ് സാധനം നമ്മുടെ എവറിഡേ ലൈഫിലേക്ക് വന്നു, അപ്പൊ ആ ബൗണ്ടറി ബ്ലർ ചെയ്തു. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞിട്ട് നമുക്ക് ഇത്രയും ഡയമെൻഷൻ നമ്മൾ അഡ്രസ് ചെയ്യുമ്പോൾ ഒരു ഹോളിസ്റ്റിക് പിക്ചർ കിട്ടി. ഓക്കെ, സീക്രഡ് ആൻഡ് പ്രൊഫൈന്റെ അർത്ഥം, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അതിനെ കുറിച്ചുള്ള ഡർക്കീം പറഞ്ഞ കാര്യങ്ങൾ, അതിന്റെ ക്രിറ്റിസിസം, അതിന്റെ കറന്റ് റെലവൻസ് ആൻഡ് അതിന്റെ ബ്ലറിംഗ് ബൗണ്ടറീസ്, ഏകദേശം ഇത്രയും. അതിലൊക്കെ ഒരു മേ ബി 4 പോയിന്റ്സ് ഈച്ച് അണ്ടർ ഈച്ച് ഹെഡിങ് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു ഹോളിസ്റ്റിക് പിക്ചർ കിട്ടി, റാദർ ദാൻ നമ്മൾ 1-2 കാര്യത്തിന് കൂടുതലായിട്ട് ഡെപ്തിൽ പോകുന്നതിന് പകരം. അപ്പൊ ഇത്ര ആകുമ്പോഴേക്കും ആ ക്വസ്റ്റ്യൻ ഏകദേശം തീരാറായി. ഓക്കെ, പിന്നെ അത്രേ ഉള്ളൂ. എന്നിട്ട് നമുക്ക് പറയാം എന്താണ്, ഇപ്പൊ ഈ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ സീക്രഡ് ആൻഡ് പ്രൊഫൈൻ ഇൻക്രീസിംഗ്ലി ബ്ലർ ആവുന്നുണ്ടെങ്കിൽ പോലും എന്താണ്, അതായത് പലപ്പോഴും ഇങ്ങനെ ഒരു സംഭവം ബ്ലർ ആവുന്നുണ്ടെങ്കിൽ പോലും പല സൊസൈറ്റീസിലും ഈ സീക്രഡ് ഹോളി എന്ന് പറയുന്ന കാര്യം പലപ്പോഴും ഒരു സെൻട്രൽ ഒബ്ജക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. ഇപ്പൊ നമ്മൾ പറയുന്ന പോലെ പല ഫ്യൂച്ചറിൽ പല രീതിയിലേക്ക് ആ സീക്രഡിന്റെ കാര്യങ്ങൾ ഇവോൾവ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ ആ രീതിയിൽ നമുക്ക് എഴുതിയിട്ട് നിർത്താം. അപ്പൊ അത്രയാണ് ആ ക്വസ്റ്റ്യൻ നമുക്ക് പറയാൻ പറ്റുക. നമുക്ക് 2 ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്, അത് നമുക്ക് ചെയ്യാനുള്ള സമയമില്ല. നമുക്കത് ജസ്റ്റ് ഒന്ന് എന്താണ് അതിൽ എന്നുള്ളതൊന്ന് ഡിസ്കസ് ചെയ്യാം. അത് ഭയങ്കര ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്, അതുകൊണ്ടാണ് ഞാൻ ലാസ്റ്റിലേക്ക് വെച്ചത്. ഒന്ന്, ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ സെക്ട് ആൻഡ് കൾട്ട് വിത്ത് ഇല്ലസ്ട്രേഷൻ എന്നാണ്. നമ്മൾ സെക്ട് ആൻഡ് കൾട്ടിന്റെ കാര്യങ്ങൾ പഠിച്ചു, അതിന്റെ രണ്ടിന്റെയും ഫീച്ചേഴ്സ് പഠിച്ചു, അതിന്റെ എക്സാമ്പിൾസ് നമുക്കറിയാം. ഇപ്പൊ നമ്മൾ ഡിസ്റ്റിംഗ്വിഷ് എന്ന് കാണുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ടേബിൾ വരയ്ക്കുക, പാരാമീറ്റേഴ്സ് എഴുതുക, എന്നിട്ട് ഡിസ്റ്റിംഗ്വിഷ് ചെയ്യുക വിത്ത് എക്സാമ്പിൾസ്, അത്രേ ഉള്ളൂ. ഓക്കെ, ദെൻ ക്രിട്ടിക്കലി കമ്പയർ ദി വ്യൂസ് ഓഫ് E.B. ടൈലർ ആൻഡ് മാക്സ് മുള്ളർ ഓൺ റിലീജിയൻ. അതിലും ഇങ്ങനെ തന്നെയാണ്. എന്താണ് റിലീജിയനെ കുറിച്ച് E.B. ടൈലർ എന്താണ് പറഞ്ഞത്, മാക്സ് മുള്ളർ എന്താണ് പറഞ്ഞത്, അനിമിസം, നേച്ചറിസം, ആ കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, അതിനെ ക്രിട്ടിക്കലി കമ്പയർ ചെയ്യാൻ പറയാം. അപ്പൊ ക്രിട്ടിക്കലി കമ്പയർ എന്ന് പറയുമ്പോൾ ആദ്യം അതിന്റെ ഡിഫറൻസസ് സ്പോട്ട് ചെയ്യുക, അവർ തമ്മിൽ എന്തെങ്കിലും സിമിലാരിറ്റീസ് ഉണ്ടെങ്കിൽ സ്പോട്ട് ചെയ്യുക, പിന്നെ ഈ 2 കാര്യങ്ങളെയും ക്രിട്ടിസൈസ് ചെയ്തതിനെ കുറിച്ചിട്ടും നമുക്ക് പറഞ്ഞിട്ട് നിർത്താം. ഇത്രയാണ് ആ 2 ക്വസ്റ്റ്യൻസ്. അത് വളരെ ഡയറക്റ്റ് ആണ്. ബാക്കി ക്വസ്റ്റ്യൻസ് ഒന്ന് ശ്രദ്ധിച്ചിട്ട് എഴുതുക. ഓക്കെ, അപ്പൊ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് സെഷൻ വൈൻഡപ്പ് ചെയ്യാം. ഓൾ ദി ബെസ്റ്റ്.